അച്ഛനൊരു വലിയ പണി വരുന്നുണ്ട്, ഒരു മുട്ടൻ പണി. ഇതൊന്നല്ല അച്ഛൻ പണി. അച്ഛൻ വെയിറ്റ് ചെയ്. പാതിരാത്രി പള്ളിമടയിൽ പെൺകുട്ടി. നാട്ടുകാരോട് അറിഞ്ഞട്ടെ പള്ളിമടയിൽ അച്ഛന്റെ സെറ്റപ്പ്. ഇങ്ങനെയൊക്കെ കാണിക്കണേ. ഞാൻ ആരാന്നറിയോ? തീഫ്. അച്ഛോ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചോദിക്കുന്നത് ശരിയാണെന്ന് അറിയില്ല, എങ്കിലും ചോദിക്കുക. എങ്ങനെ ഒപ്പിച്ച്? എന്നതാ നടക്കും നടക്കട്ടുമേ, വരവിൽ വീതി വളയട്ടുമേ. താങ്ക് യു. ഒരു രക്ഷയില്ല തീപ്പൊരി. കൊള്ളാം, നല്ല മൂവിയാണ്. വലിയ പ്രതീക്ഷയില്ലാതെ വന്ന മൂവിയായിരുന്നു, പക്ഷെ തകർത്തു. സൂപ്പർ ആയിട്ടുണ്ട്. ബാലു വർഗീസ് സൂപ്പർ ആയിട്ടുണ്ട്, അർജുൻ സൂപ്പർ ആയിട്ടുണ്ട്, അനശ്വര എല്ലാം കൊണ്ട് നല്ലതായിരുന്നു. പടം ഒരുപാട് പുണ്യാള സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇതൊരു വ്യത്യസ്തമായ പ്രമേയമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാലു വർഗീസ് മഞ്ഞുമലിന് ശേഷം വ്യത്യസ്തമായൊരു വേഷം ചെയ്തിരിക്കുന്ന സിനിമയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അനുസരിച്ച് മകൻ ഒരുപാട് വേഷങ്ങളോടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും മത്സരിച്ച് തന്നെ അഭിനയിച്ചു. ട്വിസ്റ്റൊക്കെ ഉണ്ട്, പറയാൻ പറ്റില്ല. പിന്നെ എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്യുന്നത് നല്ലൊരു സിനിമ. പുണ്യാളൻസ് എല്ലാവരും കാണേണ്ട പടമാണ്. റോമാൻസിന് ശേഷം മികച്ചായിട്ടുള്ള ഒരു ശേഷം നമ്മുടെ കൂട്ടുകാരന്മാരാണ് ചേട്ടനൊക്കെ കോമഡി എന്റർടൈൻമെന്റ് ആണ്. അനശ്വര ചേച്ചിയൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഫൺ ഫാമിലി എന്റർടൈൻമെന്റ് സിനിമ എല്ലാം തിയേറ്ററിൽ കാണാൻ സാധിക്കും. നല്ലൊരു ഫാന്റസി എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ ഈ പടത്തിലും ഫസ്റ്റ് കാണിക്കുന്നത് എന്റെയാണ്. ചെറിയൊരു റോളായാലും രേഖാചിത്രത്തിലുണ്ട്. ഇപ്പൊ അനശ്വര രാജന്റെ കൂടെ ഇപ്പൊ 3ാമത്തെ പടമാണ് ചെയ്യുന്നത്. എല്ലാരും ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ. അനശ്വര രാജനെ പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു വേഷം തന്നെയാണ് പുള്ളിക്കാരത്തി ചെയ്തേക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ പെൺകുട്ടി. പെൺകുട്ടിയാണ് ഈ സിനിമ, ഈ മലയാള പടത്തിൽ ഇങ്ങനെ നാടൻ പെൺകുട്ടി ആ ലുക്ക് ഉള്ളത് അനശ്വര രാജന് മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ. എനിക്ക് എന്റെ ഭാഗ്യം എന്ന് വെച്ചാൽ അനശ്വരയുടെ കൂടെ ഇപ്പൊ 3ാമത്തെ പടമാണ് ഞാൻ ചെയ്യുന്നത്. നായകനായിട്ട് മാറട്ടെ. നല്ല എന്റർടൈനർ ആണ്, കോമഡി ത്രില്ലർ ആണ്, മെസ്സേജ് ഉണ്ട്. അർജുൻ അശോകൻ തകർത്തുണ്ട്. മറ്റേ ബാലു വർഗീസ്, അനശ്വരാജിന്റെ ടൈമാണ് ഇപ്പൊ. എല്ലാം കൂടി നല്ല എന്റർടൈനർ ആണ്, മെസ്സേജും ഉണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് രണ്ട് ജോണ്ടറാണ്. ഇത് കോമഡി ത്രില്ലർ ആണ്. എല്ലാവരും ഓൺലി അച്ഛന്റെ കാസ്റ്റിംഗ് മാത്രം ശരിയായില്ല, ബാക്കിയെല്ലാം നല്ലതാണ്. അനശ്വരാജനാണെങ്കിലും എല്ലാം നിർത്തുന്നുണ്ട്. നല്ലൊരു എന്റർടൈനർ ആണ്, മെസ്സേജും ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. പടത്തില് മോൾ സിനിമ അഭിനയിക്കുന്നുണ്ട്. പടം കൊള്ളാം, നല്ല പടം. അടിപൊളി പടം, സൂപ്പറാണ്. നല്ല പടം, നല്ല പടം. കുഴപ്പമില്ല. എന്തായാലും നല്ല സിനിമ. അർജുന്റെ ഫാൻ തന്നെയാണ്. എല്ലാരും ബാലു അല്ല അഭിനയിച്ചത് എല്ലാവരും ഡയറക്റ്റും കളിക്കുന്നുണ്ട്. എല്ലാരും അടിപൊളിയാണ്. നല്ല സിനിമയാണ്, നല്ല ഫാമിലി എന്റർടൈനർ ആണ്, അടിപൊളിയാണ്. അനശ്വര എല്ലാരും, ബാലു വർഗീസ്, അനശ്വര, അർജുന ശങ്കർ എല്ലാരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള പൊടിക്കൈകളും നമ്മൾ ഇതിനകത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര സന്തോഷം. മലയാളത്തിലെ ക്ലീശകളെ പൊടിച്ചെടുക്കുന്ന രീതിയിലുള്ള ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ അത് കണ്ടിട്ട് നാളെയൊക്കെ ആയിട്ട് അഭിപ്രായം വരട്ടെ. അത് വ്യത്യസ്തമായിട്ട് പരിപാടി പിടിക്കാതെ വിചാരിച്ചിട്ട് ചെയ്തത് തന്നെയാണ്. അത് വർക്കായി. സന്തോഷം.
അനുശ്വരന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഫൈറ്റിന് വേണ്ടി നിങ്ങൾ പറയൂ. അനശ്വര അടിപൊളി ആക്ടറല്ലേ, പടം കാണുമ്പോൾ മനസ്സിലാകണ്ടോ. അവർ മൂന്നുപേരും എന്റെ പെർഫോമൻസ് ഗംഭീരാവും പരിപാടി. റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവർ പറഞ്ഞത്. അവര് അതെ മൂന്നുപേരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പടം എങ്ങനെയുണ്ട്? പടം അടിപൊളി പടമാണ്, രക്ഷയില്ല. അർജുനേശ്വരനൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ച് നൈസ് പടമാണ്, വേറെ രക്ഷയില്ല. ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണാൻ വേറെ മൂഡ്. പടം വിജയിക്കട്ടെ, അടിപൊളി പടം, രോമാഞ്ചം വേറെ രക്ഷയില്ല. ഒന്നും കൂടി വന്ന് കാണാനുള്ള ഇൻട്രസ്റ്റ്. ഒരു വെറൈറ്റിയാ. അർജുനേശ്വരൊക്കെ പൊളിച്ച പടത്തില്. വേറെ ബാലുവർഗീസാണെങ്കിൽ കുഴപ്പമില്ല. അനശ്വര രാജ അടിപൊളിയായിട്ട് ചെയ്ത് നൈസ് പടം, രക്ഷയില്ല പടം. മൂവിയായിട്ട് അടിപൊളി സൂപ്പറായിട്ടുണ്ട്. അർജുൻ അശോകൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഫാമിലിക്ക് പറ്റിയൊരു നല്ലൊരു മൂവിയാണ്. അതുപോലെ തന്നെ അനശ്വര രാജൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. വെറൈറ്റിയാണ്, നല്ല സസ്പെൻസ് ആണ്. ക്ലൈമാക്സ് സൂപ്പറായിട്ടുണ്ട്. അച്ഛൻ വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാലു വർഗീസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ പടം, ഫാമിലിക്ക് പറ്റിയ പടം. 2025 നല്ല മികച്ച പടം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു. പുണ്യാളൻ എന്ന സിനിമയില് അർജുൻ അശോകന്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു റോളാണ്. അതിൽ മഹേഷ് മധു എന്ന ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കള്ളന്റെ നന്മ, സൈക്കോ മൂഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ. ഇല്ല, അങ്ങനെയല്ല. അത് നമുക്ക് അത് ആദ്യമേ അങ്ങനെ തോന്നും, പക്ഷെ അതല്ല കഥ. സിനിമ കാണുമ്പോ അങ്ങനെയല്ല നമുക്ക് തോന്നിയത്. കാരണം നല്ലൊരു വേഷമാണ് എന്തായാലും ചെയ്തേക്കുന്നത്. ബാലു വർഗീസും അർജുനേശ്വരനും നല്ല കോംബോ ആണ്. പിന്നെ എന്തോ വെറൈറ്റി എക്സ്പീരിയൻസ്. ആ ഡയറക്ടർ എടുത്തേക്കുന്നത് വെറൈറ്റി. മലയാള സിനിമ ഇപ്പൊ ഇറങ്ങുന്നതൊക്കെ വെറൈറ്റി സിനിമ. പിന്നെ അനശ്വര രാജന്റെ ആക്ഷൻ, അനശ്വര രാജന്റെ ആക്ഷൻ ഇതുവരെ കണ്ടിട്ടില്ല. മൂവി ഇതാണെങ്കിലും ആക്ഷൻ സീക്വൻസ് നമ്മൾ അനശ്വര രാജന്റെ കണ്ടിട്ടില്ല. ആ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. അതിലും നല്ലൊരു ചിത്രമാണ്. ഫാമിലി ആയിട്ട് ധൈര്യം വന്ന് കാണാൻ പറ്റിയ സിനിമ. പക്ഷെ ഇതേ ആ ഒരു സിനിമയുടെ ഇത്ര നീണ്ട ലിസ്റ്റ് ആണെങ്കിൽ അത് പറഞ്ഞ് വരുന്ന ആളാണ്. ചില കമന്റ് വരുമ്പോ സങ്കടം വരാറില്ലേ അല്ലേ? ഞാൻ വെബ് സീരീസ് ഞാൻ ദിവസം കണ്ടു, ഞെട്ടിപ്പോയി. അഭിനയത്തില് അടിപൊളിയാണ്. ജിസ്മോൻ ചേട്ടൻ പറഞ്ഞൊരു സിനിമയിലേക്ക് അവസരം ഉണ്ടായിരിക്കും സംസാരിക്കും. അപ്പൊ എന്തായാലും ഇത് കാണുന്ന സംവിധായകര് ഒരു നല്ല വേഷം ഈ സഹോദരന് കൊടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് എന്തെങ്കിലും ആയി തീരാമെന്നു വെച്ചാൽ 10 പേര് ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് ഒരു അവസരം കിട്ടുന്നത്. പ്രഷറോട് 2 വാക്ക്. എല്ലാവരും എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അഭിനയത്തോടുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആരെങ്കിലും കണ്ട് ചാൻസ് തരികയാണെങ്കിൽ വിളിക്കാം. മുമ്പും ഏത് മൂവിക്ക് വന്നപ്പോ കണ്ടത്, പുഷ്പയ്ക്ക് വന്നപ്പോഴും ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടാണ് പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ മാർക്കോ ആയാലും ഇപ്പോ പുണ്യാളനായാലും സ്വന്തം കയ്യിലെ പൈസ മുടക്കിയിട്ട് കോസ്റ്റ്യൂം ഒക്കെ വാങ്ങിച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇത് ചെയ്യുന്നത്. അച്ഛനൊരു വലിയ പണി വരുന്നുണ്ട്, ഒരു മുട്ടൻ പണി. ഇതൊന്നല്ല അച്ഛൻ പണി. അച്ഛൻ വെയിറ്റ് ചെയ്. പാതിരാത്രി പള്ളിമടയിൽ പെൺകുട്ടി. നാട്ടുകാരോട് അറിഞ്ഞട്ടെ പള്ളിമടയിൽ അച്ഛന്റെ സെറ്റപ്പ്. ഇങ്ങനെയൊക്കെ കാണിക്കണേ. ഞാൻ ആരാന്നറിയോ? തീഫ്. അച്ഛോ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചോദിക്കുന്നത് ശരിയാണെന്ന് അറിയില്ല, എങ്കിലും ചോദിക്കുക. എങ്ങനെ ഒപ്പിച്ച്? എന്നതാ നടക്കും നടക്കട്ടുമേ, വരവിൽ വീതി വളയട്ടുമേ. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നോ?